ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിൽ എന്തുകൊണ്ട് കേന്ദ്രം മറുപടി പറയുന്നില്ല എന്നുള്ളൊരു ചോദ്യം വളരെ സജീവമായി ഉണ്ട്. അതിനിടയ്ക്കാണ് RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞത്. ബംഗ്ലാദേശിലെ വംശഹത്യയ്ക്ക് മേൽ ഹിന്ദുക്കൾ, ലോകത്തുള്ള മുഴുവൻ ഹിന്ദുക്കളും ഉണരണം. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അദ്ദേഹം എടുത്തു പറഞ്ഞത്, ഈ നടക്കുന്ന കലാപത്തിൽ കേന്ദ്ര സർക്കാർ നിർണായകമായ അല്ലെങ്കിൽ വേണ്ട തീരുമാനമെടുക്കും എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊരു ഫുൾ സ്റ്റോപ്പ് നമുക്കിടാം, പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ കേന്ദ്രം എന്തോ നിർണായക നീക്കം നടത്താൻ ഒരുങ്ങുന്നു എന്നല്ലേ RSSന്റെ മേധാവി പറയാതെ പറയുന്നത്. ഇന്നലെ കൊൽക്കത്തയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. സ്ഥിരമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ ഇന്ത്യയുടെ ഹിന്ദു രാഷ്ട്രത്തെ സംബന്ധിച്ച് ഒക്കെയാണ്. അതിനകത്ത് വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നിയത്, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. ലോകത്തുടനീളമുള്ള ഹിന്ദുക്കൾ ഇതിനെതിരെ പ്രതിഷേധിക്കണം, അത്തരത്തിൽ സംഘടിക്കണം. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ പരാതിയും ഇപ്പം വീണ്ടും പോയിട്ടുണ്ടല്ലോ. ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ ഹിന്ദു ഹത്യ നടക്കുന്നതിനെതിരെ ഹിന്ദുക്കളുടെ സംഘടന അല്ലെങ്കിൽ അത്തരത്തിൽ പരാതിയുമായിട്ട് പോയിട്ടുണ്ട്. അപ്പം അവിടുത്തെ ഹിന്ദുക്കൾ, അദ്ദേഹം പറയുന്നുണ്ട്, അവിടുത്തെ ഹിന്ദുക്കൾ സംഘടിതരാവണം, പൊരുതി നിൽക്കണം. ഞാൻ വിചാരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് വേണ്ട തീരുമാനം എടുത്തിരിക്കും അല്ലെങ്കിൽ എടുക്കും. അത്തരത്തിൽ തീരുമാനത്തിൽ ആണ്. എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും വേണ്ട ഡയറക്ഷൻ RSSന്റെ ഭാഗത്തു നിന്ന് കേന്ദ്രത്തിന് കിട്ടിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ RSS ആണല്ലോ വേണ്ട ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. എന്നാൽ ബംഗ്ലാദേശിലെ സംഘർഷം നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ, ഇപ്പോൾ രണ്ടാമത്തെ ഒരുത്തൻ്റെ തലയോട്ടിക്കകത്തോട്ട് ഒരു വെടി പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മീഡിയ വൺ പറഞ്ഞതുപോലെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മയ്യത്ത് നമസ്കാരം നടന്നു. മയ്യത്ത് നമസ്കാരം നടത്തിയത് ഇന്ത്യയാണ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നില്ല, ഏതായാലും പേരൊരുത്തൻ്റെ വരുന്നുണ്ട്. ബംഗ്ലാദേശിൽ തന്നെ ഉള്ള ആളാണ് കൊന്നിരിക്കുന്നത്. അവൻ്റെ പേര് ഫൈസൽ കരീം മസൂർ എന്നാണല്ലോ, ബംഗ്ലാദേശ് തന്നെയാണ്. അവനെ ഇതുവരെ കിട്ടിയിട്ടില്ല. അവർ പറയുന്നു അവന് അതുവഴി ഓടി ഇതുവഴി ഓടി ബോംബെ കൂടെ ഓടി രാജസ്ഥാനിൽ കൂടെ ഓടി ഡൽഹി കൂടെ ഓടി പോയെന്നാണ്. നമ്മൾ പറഞ്ഞ് എങ്ങോട്ട് ഓടിപ്പോയെന്ന് കാണിച്ചാൽ ഞങ്ങൾ പിടിച്ചു തരാം. എന്തായാലും ആളിനെ കിട്ടിയിട്ടില്ല. ഇന്ത്യക്കാരനല്ല, ബംഗ്ലാദേശ് തന്നെയാണ്. അജ്ഞാതൻ ആണ് പുള്ളി. ഇപ്പം ഇതെല്ലാം ഇയാൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനകത്ത് എൻ്റെ സംഘടനയുടെ ഇൻക്ലാബ് ഖരീബ് എന്ന കണ്ടാണ് സംഘടനയുടെ പേര്. അപ്പോൾ അദ്ദേഹം അവിടെ ഈ ഹസീനെ ഇറക്കുന്നതിന്, നമ്മളുടെ 7 സിസ്റ്റേഴ്സിനെ വെച്ചിട്ട് മാപ്പ് വരയ്ക്കുന്നതിന്, വിശാല ബംഗ്ലാദേശ് ഉണ്ടാക്കുന്നതിന്, വാ തുറന്നാൽ ഇന്ത്യക്കാർക്കെതിരെ പറയുന്നതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നു. ഇപ്പോഴത്തെ പ്രക്ഷോഭ നേതൃത്വം ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളും ഏതാണ്ട് അടുത്ത ഇലക്ഷന് മത്സരിക്കാൻ ഇങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് ഒരുപക്ഷെ യൂനസിൻ്റെ സ്ഥാനം വരെ അലങ്കരിക്കാൻ പ്രാപ്തനായിട്ട് നിന്നിട്ടുള്ള സ്വയം പ്രഖ്യാപിത നേതാവായിരുന്നു. ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളായിരുന്നു. പ്രക്ഷോഭം പുള്ളിയുടെ കൈക്കൂടാ പൊക്കോണ്ടിരുന്നു. നേരത്തെ നടത്ത ഹസീനെ ഇറക്കുന്നതിനകത്തും പുള്ളിക്ക് വ്യക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം നമ്മളീ പറയുന്ന ഹൂതികളുടെ ലോകത്ത് പോയിട്ടുണ്ട് എന്നാണ്. മറ്റൊരു നേതാവെന്ന് പറഞ്ഞാൽ NCP നാഷണലിസ്റ്റ് പാർട്ടി, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭകാരികളെല്ലാം കൂടെ അടുത്ത ഇലക്ഷന് മത്സരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയുടെ നമ്മുടെ തൊഴിലാളി നേതാവാണ്. പുള്ളി ഒരു റാലി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി 3-4 ദിവസിക്കാൻ പുള്ളിയുടെ റാലി ഉണ്ടായിരുന്നു. റാലി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഒരുക്കം നടത്തിക്കൊണ്ടിരുന്ന വെടിവെച്ചത് ഏതായാലും ഇവരുടെ തലച്ചോട്ടിനകത്തൂടെ പോയിട്ടുണ്ട്. ഇതുവരെ മരിച്ചിട്ടില്ല, മരണാസന്നയിൽ കിടക്കുകയാണ്. അപ്പോൾ ഇതിനകത്തൊന്ന് പരിശോധിക്കേണ്ടത്, അടുത്ത ഇലക്ഷന് സ്ഥാനാർത്ഥികളാവാൻ നിൽക്കുന്ന ആൾക്കാരെല്ലാം വെടികൊണ്ട് മരിക്കുന്നു, അജ്ഞാതൻ വെടി വയ്ക്കുന്നു. ഇതിൻ്റെ കൂടെ വേറൊരു വാർത്തയും കൂടെ വരുന്നത്, പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള BNP-യുടെ നേതാവ്, അല്ലെങ്കിൽ അറിയാമല്ലോ ഖാലിദ നാട് വിട്ടെന്നേ. കാരണം അവർക്കവിടെ സുരക്ഷിതത്വം അല്ല. അവർക്ക് മനസ്സിലായി പ്രക്ഷോഭം കഴിഞ്ഞു, യൂനസ് വന്നു, ഞങ്ങൾ ഒന്നിച്ചു നിന്നു, ഹസീനെ ഇറക്കി. പക്ഷേ ഇപ്പോഴത്തെ പന്തികേടാണ്. ഇപ്പം ആ പ്രക്ഷോഭത്തിൻ്റെ ശേഷം, യൂനസ് വന്നതിന് ശേഷം ജമാഅത്ത് ഇസ്ലാമിയുടെ കയ്യിലാണ് അവിടുത്തെ സംവിധാനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇലക്ഷനും ഭരണഘടനയും അല്ലെങ്കിൽ ജനാധിപത്യവും ഒന്നും താല്പര്യമില്ലാത്ത ആളാണ്. അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ തന്നെ അവരുടെ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് പോകണം എന്നുള്ളൊരു ആശയമുണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇംഗ്ലണ്ടിൽ നിന്ന്, എനിക്കൊന്ന് ജർമ്മനിയിൽ നിന്നു ഫ്ലൈറ്റ് വന്ന് അവിടെ നിന്ന് കയറി പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വ്യാഴാഴ്ച ഇവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം
ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് എനിക്കൊന്ന് പാർട്ടിയുടെ പ്രസിഡന്റ് ആണോ വൈസ് പ്രസിഡന്റ്, അതായത് പാർട്ടിയുടെ അധ്യക്ഷൻ എന്നാണ് അറിയുന്നത്. അദ്ദേഹം വരുന്നു. അപ്പോൾ ഇലക്ഷനെ മുൻനിർത്തി തന്നെ അല്ലെങ്കിൽ മുന്നിൽ കണ്ടുകൊണ്ടാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം വരുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞു ബംഗ്ലാദേശിൻ്റെ താല്പര്യമാണ്, അല്ലാതെ പാകിസ്ഥാൻ്റെ മറ്റു പലരെയും താല്പര്യമല്ല സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ഖാലിദ അല്ലെങ്കിൽ ഈ BNP നേതാവ് വന്ന് പറയുന്നത് തന്നെ പാകിസ്ഥാനെയും തള്ളിപ്പറയുന്നു, മറ്റ് ചില അല്ലെങ്കിൽ അവിടെ ഇപ്പം താല്പര്യത്തിൽ നിൽക്കുന്ന ആൾക്കാരെ തള്ളിപ്പറയുന്ന അവസ്ഥ വന്നാൽ ആ മുദ്രാവാക്യം തന്നെയാണ് ഇന്ത്യക്ക് ആവശ്യം. ഒരു പക്ഷേ ഹസീന വന്നില്ലെങ്കിൽ അവിടെ വരാൻ പോകുന്ന സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആര് വന്നാലും നമുക്ക് താല്പര്യമായിട്ടുള്ള ആൾ വരുന്നതിനകത്തുള്ള ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം വെച്ചോ. അപ്പം അവിടെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇലക്ഷൻ ഉണ്ടെന്ന് നടത്തുന്നു. അപ്പം യൂനിസിൻ്റെ കളി അവിടെ നടക്കത്തില്ല. ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ആദ്യ കൊന്ന അല്ലെങ്കിൽ ഖാദി എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഉസ്മാൻ ഖാദി, അയാളുടെ കൊലയാളിയെ 24 മണിക്കൂറിനകം പിടിക്കണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭകാരികൾ പാർലമെൻറ്റ് വളഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. പിടിച്ചില്ലെങ്കിൽ അതിൻ്റെ പുറകിൽ ജമാഅത്ത് ഇസ്ലാമി പിടിച്ചില്ലെങ്കിൽ ഈ പ്രക്ഷോഭം ഇപ്പോൾ ഇരിക്കുന്ന താൽക്കാലിക സംവിധാനത്തെ അല്ലെങ്കിൽ താൽക്കാലിക ഗവൺമെൻറ്റിനെ ഇറക്കുന്നതിന് വേണ്ടി നിൽക്കുന്നു. അപ്പോൾ ആരായി പ്രക്ഷോഭം നടത്തുന്നതാണ്? അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ജമാഅത്ത് ഇസ്ലാമിയ നടത്തുന്നതെന്നാണ് പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ കെയർ ഓഫിലാണ് ഈ പറയുന്ന വിദ്യാർത്ഥി നേതാക്കന്മാരുടെ എല്ലാം തല പൊട്ടിത്തെറിക്കുന്നത്. ഈ വിദ്യാർത്ഥി നേതാക്കന്മാരെല്ലാം ആർക്കെതിരെ? ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യക്കെതിരെ, വിദ്യാർത്ഥി നേതാക്കൾ ഇന്ത്യക്കെതിരെ. അതായത് ഇതിനകത്ത് ഈ പ്രക്ഷോഭം നടത്തുന്നത് ഒരുപക്ഷെ ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. ജമാഅത്ത് ഇസ്ലാമിയുടെ കയ്യിൽ മാത്രം അവർക്ക് ഇലക്ഷൻ നേടുമ്പോൾ സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇവന്മാർ ജയിക്കാൻ സാധ്യതയില്ല. അപ്പം ഇതിനകത്ത് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് 7% വോട്ട് പിടിക്കാൻ സാധ്യതയുള്ളതാണ് NCP നേതാക്കന്മാരെന്നൊക്കെ പറയുന്നു. 1ാം സ്ഥാനത്ത് നിൽക്കാൻ ഇപ്പം BNPക്കാണ് സർവേക്കകത്ത് ഉള്ള പാർട്ടിക്കകത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പം അവിടെ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇലക്ഷൻ വേണ്ട. ഇലക്ഷൻ വേണമെന്ന് പറഞ്ഞ് മത്സരിക്കുന്ന പാർട്ടി ജമാഅത്ത് ഇസ്ലാമിക്ക് ഇന്ത്യക്ക് താല്പര്യമുള്ള ഇലക്ഷൻ വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം നടത്തിയ അത് ഇന്ത്യക്ക് താല്പര്യമുള്ള അപ്പം ജമാഅത്ത് ഇസ്ലാമി ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ നോക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയാണ് NCP നേതാക്കന്മാരെ കൊല്ലുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അടിസ്ഥാനപരമായിട്ട് ഉമാർ രണ്ടും കൂടെ കഴിച്ചാൽ ആർക്കാ ഗുണം? ഇന്ത്യക്ക്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ വരാൻ പോകുന്ന ആരാ? അത് ഇന്ത്യക്കെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് താല്പര്യമില്ലാതെ നിൽക്കുന്ന ഇന്ത്യ വിരുദ്ധ സംസാരിക്കുന്ന ആൾക്കാരെ അജ്ഞാതൻ വെടിവെച്ച് കൊല്ലുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിനകത്ത് ഇന്ത്യ ഈ പറയുന്ന അവിടുത്തെ ഹിന്ദുക്കളെ വേണ്ടി വന്നാൽ, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംസാരം അനുസരിച്ച് വേണ്ട തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ഇനി ഈ പറയുന്നത് പോലെ അതിനു വേണ്ടി ഒന്നുമില്ല. 1.5 ഹിന്ദുക്കളേ ഉള്ളൂ. 28% ഹിന്ദുക്കളുണ്ടായിരുന്നു. ഇപ്പോൾ അത് 8% ഉള്ളൂ. 20% എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല ബംഗ്ലാദേശ്. അവരെ വേണ്ടി വന്നാൽ തിരിച്ചു കൊണ്ടുവരുന്ന ലൈനിലേക്ക് പോലും കാര്യങ്ങൾ വ്യക്തപ്പെടുത്തി പറഞ്ഞിട്ടില്ല. ആലോചിക്കണം എന്നാണ് ഈ പറയുന്ന മോഹൻ ഭഗവത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. അത്ര ഹിന്ദുക്കളെ അങ്ങോട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ ഇവിടുത്തെ ഇപ്പം നിൽക്കുന്ന ബംഗ്ലാദേശികളെ SIR വെച്ച് പുറത്താക്കില്ലേ, അവനെ അങ്ങോട്ട് പുറത്താക്കിയാൽ നമുക്കിത് ഉൾക്കൊള്ളുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിലേക്ക് വരെ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് പോകുന്നോ അല്ലെങ്കിൽ അതാണോ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഏതായാലും നിർണായക തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് മോഹൻ ഭഗവത് ഇന്നലെ പറഞ്ഞെങ്കിലും അതിനു മുമ്പേ തന്നെ ഇന്ത്യ വിരുദ്ധ സംസാരിക്കുന്ന ആൾക്കാരുടെ മൊത്തവും തല പൊട്ടിത്തെറിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അജ്ഞാതൻ ഇന്ത്യക്കെതിരെ പറയുന്നുണ്ട്, ഒരു തെളിവുമില്ല. പണ്ടത്തെ കൂട്ട് അജ്ഞാതൻ ലോകമൊത്തം വിളയാടുന്നുണ്ട്, ഇവിടെയും വിളയാടുന്നു. നോക്കുമ്പോൾ ഈ അജ്ഞാതൻ തല പൊട്ടിത്തെറിപ്പിക്കുന്നു അല്ലെങ്കിൽ വെടിവെക്കുന്നുവല്ല, ഇന്ത്യക്ക് എതിരെ സംസാരിക്കുന്നവർക്ക് അവരുടേതാണെന്നുള്ളതാണ് കൃത്യമായത്. ഇപ്പം അവിടെ നടക്കുന്ന പ്രക്ഷോഭം ആരുടേതാണെന്ന് നമുക്കറിയത്തില്ല. ഏതായാലും നമ്മൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത്, പക്ഷേ അടിച്ചു തീരുന്നത് നമ്മൾക്കെതിരെയുള്ള കക്ഷികൾ തന്നെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒരുപക്ഷെ പ്രക്ഷോഭത്തിൻ്റെ മൂർച്ഛന്യാവസ്ഥയിൽ വരുമ്പോൾ പട്ടാള ഭരണം വന്നാലും ആ പട്ടാളത്തിന് ഹസീനയ്ക്ക് മത്സരിക്കാൻ അല്ലെങ്കിൽ ഭരണം വന്ന അധികാരമുണ്ടല്ല, ഹസീനയ്ക്ക് മത്സരിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്ത് കൊടുക്കാൻ സാധിക്കും. ഇനി ആ ഒരു ലൈനിലേക്ക് പോകുമോ എന്നറിയത്തില്ല. അങ്ങനെ വരുമ്പോൾ ഹസീനയെ വീണ്ടും ഇവിടെ പുനഃസ്ഥാപിക്കാൻ സാധിക്കും. ഹസീന ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങോട്ട് പോകത്തില്ല, ജനാധിപത്യം പുലരുന്ന ഒരവസ്ഥ വന്നാൽ ഞാൻ അവിടെ ചെല്ലുന്നു എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഒരവസ്ഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രസ്താവനയ്ക്ക് പുറകിൽ ഇന്ത്യയാണോ എന്നറിയത്തില്ല. അതിന് കാത്തിരിക്കണമെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങളുണ്ടാണ്. ആ ഒരുക്കങ്ങൾ നടത്തണമെങ്കിൽ ഒരുപക്ഷെ ഇപ്പം ബാക്കി ആരും ഒരുക്കുന്നിടത്ത് നിൽക്കാത്ത ഒരു ബംഗ്ലാദേശ് അല്ല, ഇന്ത്യ വിചാരിക്കുന്നത് പോലെ ഇന്ത്യക്ക് താല്പര്യമില്ലാത്തവർ അവിടെ ഒന്നും ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലൊരു ബംഗ്ലാദേശിനെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഏതായാലും ഇന്ത്യക്കെതിരെ പറഞ്ഞാൽ തല പൊട്ടിത്തെറിക്കും, അത് ഉറപ്പാണ്.